ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. അപ്പോൾ IPL 2024 കുറിച്ചുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ആ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് നമുക്ക് നോക്കുന്നതിന് മുന്നോടിയായി വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പിട്ട് ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മെക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ IPL 2024 ലേലമൊക്കെ കഴിഞ്ഞ് ടീമുകളെല്ലാം വളരെ സെറ്റായിരിക്കുകയാണ്. സോ ആ ഒരു സമയത്താണ് ഇപ്പോൾ KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തേടി ഒരു മുട്ടൻ പണി എത്തിയിട്ടുള്ളത്. മറ്റതുമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, മുജീബുർ റഹ്മാൻ, നവീൻ ഉൽ ഹഖ് ആൻഡ് ഫസൽ ഹഖ് ഫറൂഖ് എന്നീ 3 അഫ്ഗാനിസ്ഥാൻ ബൗളേഴ്സ് അല്ലെങ്കിൽ 3 അഫ്ഗാനിസ്ഥാൻ താരങ്ങൾക്ക് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഫ്രാഞ്ചൈസ് ക്രിക്കറ്റുകളിൽ കളിക്കുന്നതിനുള്ള NOC റദ്ദാക്കിയിട്ടുണ്ടെന്ന്. 2 വർഷത്തേക്കാണ് ഫ്രാഞ്ചൈസി ക്രിക്കറ്റുകൾ കളിക്കുന്നതിനുള്ള ഈ ഒരു 3 താരങ്ങൾക്ക് മേലുള്ള NOC അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് റദ്ദാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ നമുക്കറിയാം, മുജീബുർ റഹ്മാൻ KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇത്തവണ ലേലത്തിലൂടെ സ്വന്തമാക്കിയ ഒരു മികച്ച ഓഫ് സ്പിൻ ബൗളറാണ് മുജീബുർ റഹ്മാൻ. സോ മുജീബുർ റഹ്മാൻ NOC റദ്ദാക്കിയ സാഹചര്യത്തിൽ KKRന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പകരക്കാരനെ കണ്ടെത്തേണ്ടതായി വന്നിരിക്കുകയാണ്. KKR മാത്രമല്ല, നമുക്കറിയാം ഫസൽ ഹഖ് ഫറൂഖ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ താരമാണ്. അതോടൊപ്പം തന്നെ നവീൻ ഉൽ ഹഖ് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ താരമാണ്. സോ ഈ ഒരു 3 ഫ്രാഞ്ചൈസികൾക്കും ഈ ഒരു 3 അഫ്ഗാനിസ്ഥാൻ താരങ്ങൾക്ക് പകരക്കാരെ കണ്ടെത്തേണ്ടിയതായി വന്നിരിക്കുകയാണ്. ഇതുവരെയും അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് NOC റദ്ദാക്കിയ തീരുമാനം പിൻവലിച്ചിട്ടില്ല. സോ അതിനാൽ തന്നെ KKRനെ സംബന്ധിച്ച് ഇനിയുള്ള നിർണായക ട്രേഡ് വിൻഡോ നിലവിൽ ഓപ്പൺ ആയിരിക്കുന്ന ഒരു സമയത്ത് മുജീബുർ റഹ്മാന് പകരക്കാരനെ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യ ഘടകം തന്നെയാണ്. നമുക്കറിയാം, കൊൽക്കത്തയുടെ സ്കോഡ് നോക്കുകയാണെങ്കിൽ എക്സ്പീരിയൻസ് സ്പിന്നറായിട്ടുള്ള സുനിൽ നരേന് ശേഷം അല്പം മികച്ച ഒരു സ്പിൻ ബോളറെ വന്നിട്ടുണ്ടായിരുന്നത് മുജീബുർ റഹ്മാനായിരുന്നു. സോ മുജീബിന് NOC ലഭിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ടും ആപ്റ്റായിട്ടുള്ളൊരു പകരക്കാരനെ കണ്ടെത്തേണ്ടത് കൊൽക്കത്തയ്ക്ക് വളരെ അത്യാവശ്യം തന്നെയാണ്. KKRൻ്റെ സ്കോഡ് അനാലിസിസ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊൽക്കത്തയുടെ ബോളിംഗ് നിര മിച്ചൽ സ്റ്റാർക്ക് എന്ന എക്സ്പീരിയൻസ്ഡ് താരത്തെ ഒഴിച്ചു നിർത്തിയാൽ KKRൻ്റെ ബാക്കിയുള്ള ബോളേഴ്സ് എല്ലാം യുവതാരങ്ങൾ മാത്രമാണ്. സോ അങ്ങനെ ഒരു സ്കോഡിലേക്ക് ഇപ്പോൾ മുജീബുർ റഹ്മാനും കൂടി ഇല്ലാതായതോടുകൂടി അദ്ദേഹത്തിൻ്റെ പകരക്കാരായി 3 പേരെയാണ് നിലവിൽ KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഇത്തവണ വേൾഡ് കപ്പിൽ കളിച്ച ഇംഗ്ലീഷ് താരമായിട്ടുള്ള ഒരു ഓൾറൗണ്ടറായിട്ട് കണക്ക് കൂട്ടാൻ പറ്റുന്ന ആദിൽ റഷീദാണ്. ഈ ഒരു വേൾഡ് കപ്പിൽ ശരിക്കും ഇംഗ്ലണ്ട് അത്ര മികച്ച പ്രകടനമായിരുന്നില്ല മുൻ ലോക ചാമ്പ്യന്മാർ കാഴ്ചവെച്ചതെങ്കിൽ പോലും ഇംഗ്ലണ്ടിൻ്റെ നിരയിൽ ശ്രദ്ധേയമായ പ്രകടനം നടത്തിയ താരമായിരുന്നു ആദിൽ റഷീദ്. മുൻ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ താരമായിരുന്നു കഴിഞ്ഞ സീസണിൽ. ഇത്തവണ ലേലത്തിൽ ആരും ആദിൽ റഷീദിനെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം, ബംഗ്ലാദേശിനെതിരെ 1 വിക്കറ്റും അഫ്ഗാനിസ്ഥാനെതിരെ 3 വിക്കറ്റും അതോടൊപ്പം സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ഓസ്ട്രേലിയ ടീമുകൾക്കെതിരെ 2 വിക്കറ്റും നെതർലാൻഡ്സിനെതിരെയും 3 വിക്കറ്റും അതോടൊപ്പം തന്നെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ 2 വിക്കറ്റുമായിരുന്നു ആദിൽ റഷീദ് നേടിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഏതാണ്ട് 15-ൽ കൂടുതൽ വിക്കറ്റുകൾ ഇംഗ്ലണ്ടിന് വേണ്ടി ഈ ഒരു വേൾഡ് കപ്പിൽ അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ബാറ്റിങ്ങിലും ആപ്റ്റായിട്ടുള്ള താരമാണ് ആദിൽ റഷീദ്. സോ അതിനാൽ തന്നെ ഒരു മികച്ച ഓൾറൗണ്ടറായിട്ട് കൂടി അദ്ദേഹത്തെ പരിഗണിക്കാം. രണ്ടാമത്തെ താരം ടബ്രേസ് ഷംസി എന്ന സൗത്ത് ആഫ്രിക്കൻ താരമാണ്. ആദിൽ റഷീദിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വേൾഡ് കപ്പിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി സൗത്ത് ആഫ്രിക്കയുടെ അവിശ്വസനീയമായ കുതിപ്പിന് ബോളിങ്ങിൽ പിന്തുണയേകിയതും ടബ്രേസ് ഷംസി തന്നെയായിരുന്നു. ഒരു ലെഫ്റ്റ് ആം റിസ്റ്റ് സ്പിൻ ബോളർ കൂടിയാണ് ഷംസി. മറ്റൊരു താരം ന്യൂസിലാൻഡ് താരമായിട്ടുള്ള ഈഷ് സോദിയാണ്. വേൾഡ് കപ്പിൽ ന്യൂസിലാൻഡ് സ്കോഡിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അധികം അവസരങ്ങൾ സോദിക്ക് ലഭിച്ചിരുന്നില്ല. സോ ഈ ഒരു 3 താരങ്ങളാണ് മെയിനായിട്ടും KKR നിലവിൽ ഒരു ടാർഗറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുജീബുർ റഹ്മാൻ്റെ നിലവിൽ അദ്ദേഹത്തിന് NOC റദ്ദാക്കിയ സാഹചര്യത്തിൽ മുജീബുർ റഹ്മാന് പകരക്കാരായി 3 മികച്ച സ്പിന്നർമാരാണ് നിലവിൽ KKR ലക്ഷ്യമിട്ടിട്ടുള്ളത്. ആദിൽ റഷീദ് എന്ന ഇംഗ്ലണ്ട് താരം, അതോടൊപ്പം തന്നെ ടബ്രേസ് ഷംസി എന്ന സൗത്ത് ആഫ്രിക്കൻ ബോളറും ഇഷ് സോദി എന്ന ന്യൂസിലാൻഡ് ബോളറേയുമാണ് നിലവിൽ KKR മുജീബുർ റഹ്മാന് പകരക്കാരായി സ്കോഡിലേക്ക് കൊണ്ടുവരാൻ നിലവിൽ കണക്ക് കൂട്ടുന്നത്. എന്നാലും കാത്തിരുന്ന് തന്നെ കാണാം മുജീബിൻ്റെ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നവീൻ്റെയും ഫസൽ ഹഖ് ഫറൂഖിൻ്റെയും ഒക്കെ NOC റദ്ദാക്കിയ തീരുമാനം അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പിൻവലിക്കും, അതോ IPL 2024 2025 അടുത്ത 2 IPLകളും ഈ ഒരു താരങ്ങൾക്ക് മിസ്സാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മെക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.